പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മാർച്ച് 31 തിങ്കൾ. പ്രധാന വാർത്തകൾ. വ്രതം നോറ്റ് ശുദ്ധമായ മനസ്സുമായി ഇന്ന് ഒമാനിൽ ചെറിയ പെരുന്നാൾ. അനുഷ്ഠാനങ്ങളുടെ പൂർത്തീകരണത്തിനായി ശരീരത്തിന്റെ ദാനം നിരാലംബകർക്ക് നൽകിയാണ് ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. കേരളത്തിലും 29 വ്രതങ്ങൾക്ക് ശേഷം ഇന്ന് തന്നെയാണ് പെരുന്നാൾ ആഘോഷം. ഇത് ഒമാൻ മലയാളികളുടെ പെരുന്നാൾ സന്തോഷത്തെ ഇരട്ടിയാക്കുന്നു. ഇതര GCC രാഷ്ട്രങ്ങളിൽ ഇന്നലെ ആയിരുന്നു ചെറിയ പെരുന്നാൾ. സ്വദേശി സമൂഹത്തോടൊപ്പം മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹവും ഭക്ത്യാദരങ്ങളോടെ ഒമാനിൽ ഈദ് ആഘോഷത്തിൽ പങ്കുചേരും. പരിശുദ്ധ റംസാനിലെ ഓരോ പകലുകളിലും ദാഹവും വിശപ്പും അനുഭവിച്ച് മണിക്കൂറോളം നീണ്ട വ്രതമാണ് രാജ്യത്തെ സ്വദേശികളും മലയാളികളടക്കമുള്ള വിദേശികളായ വിശ്വാസികളും അനുഷ്ഠിച്ചത്. ആത്മീയ നിർവൃതികൾ അനുഭവിച്ച ഓരോ ദിനരാത്രങ്ങളും അവസാനിച്ച് പ്രവാസികളടക്കമുള്ള വിശ്വാസികൾ ഇന്ന് ഈദുൽ ഫിത്തറിനെ സ്വീകരിക്കുമ്പോൾ പൂർണ്ണ സംതൃപ്തിയിലാണ്. ആത്മീയ അനുഭൂതികൾ സമ്മാനിക്കുന്ന തറാവീഹ് നിസ്കാരങ്ങളും ക്ലാസുകളും ദുആ മജ്ലിസുകളുമായി 30 ദിവസം വിശ്വാസികൾ ആരാധനകളിൽ സജീവമായിരുന്നു. ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് മസ്കത്ത് ഇന്ത്യൻ എംബസി ഇന്ന് അവധിയായിരിക്കുമെന്ന് അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു. അടിയന്തര സേവനങ്ങൾക്ക് 24 മണിക്കൂറും 98222270 800712334 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രവാസി തൊഴിലാളികൾക്കുള്ള ഇഖ്റ ലേറ്റന്റ് ട്യൂബർകുലോസിസ് സ്ക്രീനിംഗ് സേവനം പെരുന്നാൾ അവധിയുടെ ഭാഗമായി താൽക്കാലികമായി നിർത്തിവെച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അവധിക്കാല കാലയളവിന് ശേഷം സേവനം പുനരാരംഭിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പൗരന്മാർക്കും താമസക്കാർക്കും ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പെരുന്നാൾ ആശംസകൾ നേർന്നു. വിവിധ അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ നേതാക്കൾക്കും സുൽത്താൻ ആശംസകൾ കൈമാറി. UAE പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ, ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ, ഖത്തർ അമീർ ഷൈഖ് തമീം ബിൻ ഹമദ് അൽ ദാനി, കുവൈത്ത് അമീർ ഷൈഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ്, ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ, ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ അസീസി, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവർക്ക് ഫോണിലൂടെ ആശംസകൾ കൈമാറി. ഈ അനുഗ്രഹീത അവസരത്തിൽ സന്തോഷകരമായ ഈദ് ആശംസിക്കുകയും അവർക്കും അവരുടെ രാജ്യങ്ങളിലെ ജനങ്ങൾക്കും നന്മയും ശാശ്വത സ്ഥിരതയ്ക്കും വേണ്ടി സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെന്ന് സുൽത്താൻ പറഞ്ഞു. ലോകമെമ്പാടുമുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും സമാധാനം, പുരോഗതി, സമൃദ്ധി എന്നിവ കൈവരട്ടെയെന്നും ആശംസിച്ചു. ദാഖിലിയ ഗവർണറേറ്റിലെ നിസ്വ വിലായത്തിൽ താമസ കെട്ടിടത്തിന് തീപിടിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സംഭവം. തീപിടുത്തത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. അഗ്നിശമന സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നിരവധി സാധനങ്ങളാണ് കത്തിനശിച്ചത്. അപകട കാരണം വ്യക്തമല്ല. വീടുകളിൽ തീപിടുത്തങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് ആവശ്യപ്പെട്ടു. പെരുന്നാൾ ദിനത്തെ വരവേറ്റ് ഇന്നലെ വിപണിയിൽ അനുഭവപ്പെട്ടത് കനത്ത തിരക്ക്. ഇന്നലെ നോമ്പുതുറ കഴിഞ്ഞ ശേഷം ആരംഭിച്ച തിരക്ക് രാത്രിയുടെ അവസാനം വരെ തുടർന്നു. പെരുന്നാൾ പ്രഖ്യാപനം വ്യാഴാഴ്ച തന്നെ വന്നത് ഉപഭോക്താക്കൾക്കും കച്ചവടക്കാർക്കും ഗുണകരമായി. പകലിൽ ഹൈപ്പർ മാർക്കറ്റുകളിലും സൂക്കുകളിലും ഗ്രാമീണ ചന്തകളിലും സ്ത്രീകളുടെയും കുട്ടികളുടെയും തിരക്ക് അനുഭവപ്പെട്ടു. പെരുന്നാൾ വിപണിയുടെ ഉണർവ് കൂടുതൽ അനുഭവപ്പെട്ടത് വസ്ത്രവിപണിയിലാണ്. പരമ്പരാഗത വസ്ത്രങ്ങളും കുട്ടികളുടെ വിവിധ ഫാൻസി വസ്ത്രങ്ങളും വിൽപ്പന നടത്തുന്ന കടകളിൽ രാത്രികാലങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. അവധി ദിനമായതും ആളുകൾക്ക് ഗുണകരമായി. മിക്ക വസ്ത്ര വ്യാപാര കേന്ദ്രങ്ങളും ഡിസ്കൗണ്ടുകളും ഓഫറുകളും പ്രഖ്യാപിച്ചാണ് ഉപഭോക്താക്കളെ കൂട്ടിയത്. വസ്ത്രക്കടകളും സൂപ്പർ മാർക്കറ്റുകളും പരസ്പരം മത്സരിച്ച് ഓഫറുകൾ നൽകിയിരുന്നു. പെരുന്നാൾ ദിനങ്ങളിൽ ഗതാഗത നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. പടക്കം പൊട്ടിക്കുമ്പോഴോ മലകയറ്റം നടത്തുമ്പോഴോ നീന്തുമ്പോഴോ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് മുൻകരുതൽ സ്വീകരിക്കണം.
കുട്ടികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തണം. വാഹനമോടിക്കുന്നവർ വേഗത പരിധിയും മറ്റു ഗതാഗത നിയമങ്ങളും പാലിക്കണം. വാഹനങ്ങൾ അശ്രദ്ധയോടെ ഓടിക്കുക, ഡ്രിഫ്റ്റ് ചെയ്ത് പൊതുസൗകര്യത്തിന് തടസ്സം സൃഷ്ടിക്കുക എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കണം. ഈദ് വേളയിൽ പടക്കം പൊട്ടിക്കൽ, റോഡ് മുറിച്ചു കടക്കൽ, നീന്തൽ തുടങ്ങി അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വേളയിൽ കുട്ടികളെ സുരക്ഷിതരാക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ ROPയും കൈക്കൊണ്ടിട്ടുണ്ട്. ഒമാനിൽ നിന്ന് ഉംറ തീർത്ഥാടനത്തിന് പുറപ്പെട്ട മലയാളി കുടുംബങ്ങൾ സഞ്ചരിച്ച വാഹനം സൗദിയിൽ അപകടത്തിൽപ്പെട്ട് കുട്ടികളടക്കം 3 മരണം. റിസാല സ്റ്റഡി സർക്കിൾ ഒമാൻ നാഷണൽ സെക്രട്ടറിമാരായ കോഴിക്കോട് കാപ്പാട് സ്വദേശി ശിഹാബ് കാപ്പാട്, കണ്ണൂർ മമ്പറം സ്വദേശി മിസ്അബ് കൂത്തുപറമ്പ് എന്നിവരും കുടുംബാംഗങ്ങളുമാണ് ഒമാൻ സൗദി അതിർത്തി പ്രദേശത്ത് നിന്ന് അല്പം മാറി ബത്തഹയിൽ ഞായറാഴ്ച രാവിലെ അപകടത്തിൽപ്പെട്ടത്. ശിഹാബിന്റെ ഭാര്യ സഹല 30 വയസ്സ്, മകൾ ആലിയ 7 വയസ്സ്, മിസ്അബിന്റെ മകൻ ദഖ്വാൻ 6 വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടത്. കുട്ടികൾ അപകടസ്ഥലത്തും സഹല ആശുപത്രിയിലുമാണ് മരിച്ചത്. മിസ്അബിന്റെ ഭാര്യ ഹഫീനയും മറ്റു മക്കളും സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ഹുഫൂഫ് കിങ് ഫഹദ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മിസ്അബും ശിഹാബും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച വൈകിട്ട് നോമ്പ് തുറന്ന ശേഷം മസ്കത്തിൽ നിന്ന് ഉംറ തീർത്ഥാടനത്തിനായി സൗദി അറേബ്യയിലേക്ക് പുറപ്പെട്ട കുടുംബങ്ങൾ വഴിമധ്യേ ഇബ്രയിൽ തങ്ങി വിശ്രമിച്ച ശേഷം ശനിയാഴ്ച വൈകിട്ടാണ് പിന്നീട് സൗദിയിലേക്ക് യാത്ര തുടർന്നത്. റുബുഉൽ ഖാലി അതിർത്തി കടന്ന് റിയാദ് ലക്ഷ്യമായി യാത്ര ചെയ്യുന്നതിനിടെ ബത്തഹയിൽ വെച്ച് ഞായറാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. മുവാസലാത്ത് സർവീസുകൾ സാധാരണ നിലയിൽ തുടരും. ബസ് ഫെറി സേവനങ്ങൾ യാത്രക്കാർക്ക് ഉപയോഗപ്പെടുത്താനാകുമെന്നും ദേശീയ ഗതാഗത കമ്പനി അറിയിച്ചു. ബസ് ഫെറി സമയക്രമങ്ങളും നിരക്കുകളും മുവാസലാത്ത് വെബ്സൈറ്റ് വഴിയും 1551 എന്ന നമ്പറിലും അറിയാൻ സാധിക്കുമെന്നും അറിയിച്ചു. ഏപ്രിൽ 3 വരെയാണ് ഇത്തവണ പെരുന്നാൾ പൊതു അവധി. വാരാന്ത്യം ഉൾപ്പെടെ 9 ദിവസം തുടർച്ചയായ ഒഴിവ് ലഭിക്കും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.